പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സമ്മർ സ്ലാം എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിയുന്നതോടുകൂടി ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് അവർക്കുള്ളിലെ താരങ്ങളെ തന്നെ ചതിക്കുന്നതാണ് നമുക്ക് ഇന്നത്തെ സമ്മർ സ്ലാമിലൂടെ കാണാൻ സാധിച്ചത്. അപ്പോൾ 2 മത്സരങ്ങളാണ് നടന്നത്. ആ 2 മത്സരങ്ങളിലും എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് സമ്മർ സ്ലാം 2024 ആരംഭിച്ച മത്സരമാണ്. റിയ റിപ്ലിയും ലിവ് മോർഗനും തമ്മിൽ ഏറ്റുമുട്ടിയ വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരം. വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരം ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൽ ഉപരി എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ മത്സരത്തെ സംബന്ധിച്ച് നോക്കിയിരുന്ന പോയിന്റ് ഡൊമിനിക് മിസ്റ്റീരിയോയുടെ സ്റ്റാൻഡ് അത് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ്. റിയ റിപ്ലിയുടെ കൂടെയാണ് ഡൊമിനിക് നിൽക്കുന്നത് എന്നുള്ളത് ഡൊമിനിക് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ലിവ് മോർഗനോടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് ഇതിൽ വർക്കൗട്ട് ആകും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. ഈ മത്സരം തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള എൻട്രൻസ് സ്റ്റേജിൽ നിന്നുള്ള റിയ റിപ്ലി, ഡൊമിനിക് തുടങ്ങിയവരുടെ ആ ഒരു വരവ് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഡൊമിനിക് റിയയെ ചതിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. അത്രയും വലിയൊരു ഹാപ്പി മൂഡിലാണ് രണ്ടുപേരും വരുന്നത്. അപ്പോൾ ഇത്രയും ഹാപ്പിയാക്കി അവരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ WWE ഉദ്ദേശിക്കുന്നത്. അത് കാലങ്ങളായി WWE സ്റ്റോറി ലൈൻ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്ന ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ വിശദമായി അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് റിയ റിപ്ലി താരത്തിൻ്റെ ഒരു ദേഷ്യം ലിവ് മോർഗനെ ആക്രമിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് റിയയുടെ കയ്യിൽ നിന്ന് ഡൊമിനിക് ആ ചെയർ പിടിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് കൊണ്ട് റിയയുടെ കയ്യിൽ നിന്ന് ആ ഡൊമിനിക് ചെയർ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഡൊമിനിക് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഈ മത്സരത്തിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചാൽ ലിവിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ റിയ ഓക്കെ നീ പറയുന്നത് പോലെ ചെയ്യാമെന്ന് ഇങ്ങനെ സംസാരിച്ച് തിരിയുന്ന സമയത്ത് ലിവ് ഓടി വന്ന് റിയയെ അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് റിയ പോയിട്ട് ഡൊമിനിക്കിൻ്റെ ദേഹത്ത് അടിക്കുന്നു. ഡൊമിനിക്ക് ആ ഒരു റിങ്ങിൻ്റെ പുറത്തേക്ക് വിടുന്നു. പിന്നീട് റിയയ്ക്കും ലിവ് മോർഗനും ഒരുമിച്ച് ആ ചെയർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ചെയർ ഡൊമിനിക് മിസ്റ്റീരിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് റഫറിയുടെ ശ്രദ്ധ ഡൊമിനിക്കിലേക്ക് കൊണ്ടുവന്ന് ആർക്ക് വേണമെങ്കിലും ചെയർ യൂസ് ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ അവസരം യൂട്ടിലൈസ് ചെയ്യുന്നത് ലിവ് മോർഗനാണ്. അതിലൂടെ ലിവ് മോർഗനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് ആദ്യം നമ്മുടെ മനസ്സിലൊന്ന് തോന്നിപ്പിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ഡൊമിനിക് അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഡൊമിനിക്കിൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള മുഖഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് റിങ്ങിൻ്റെ പുറത്ത് കിടക്കുന്ന ലിവ് മോർഗനെ എടുത്ത് ഡൊമിനിക് ഉയർത്തുന്നതും പിന്നീട് ലിവ് മോർഗനുമായിട്ടുള്ള ഒരു കിസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു കാര്യം വ്യക്തമായി, റിയയെ ഡൊമിനിക് മിസ്റ്റീരിയോ ചതിച്ചിരിക്കുന്നു. ലിവ് മോർഗനെയാണ് ഈ സമ്മർ സ്ലാമിലൂടെ ഡൊമിനിക് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരുടെ റിലേഷൻഷിപ്പാണ് ഇനി റോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് റിയ റിപ്ലിയോ ഡൊമിനിക് മിസ്റ്റീരിയോയോ ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് എന്നുള്ളൊരു രീതിയിലാണ് അവർക്ക് ആ ഒരു മത്സരത്തിൻ്റെ സെഗ്മെൻറ്റിലൂടെ ആ പോയിന്റ് പറഞ്ഞ് തീർക്കാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിലെ അംഗങ്ങളോട് ഡെമിൻ പ്രീസ്റ്റ് ചൂടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിൻ ബാലറിനോടൊക്കെ നിനക്കിതൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ജെഡി മെക്ഡോണയോട് ഡൊമിനിക് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്നുള്ളൊരു ഉത്തരം അവരും കൊടുക്കുന്നുണ്ട്. പിന്നീട് ഡെമിൻ പ്രീസ്റ്റിൻ്റെ മത്സരത്തിന് മുൻപ് ഫിൻ ബാലർ ഡെമിൻ പ്രീസ്റ്റിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഡെമിൻ പ്രീസ്റ്റും തിരിച്ച് ഇങ്ങനെ പെരുമാറിയതിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. മത്സരത്തിനുള്ള എല്ലാവിധ സപ്പോർട്ടും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതും ഫിൻ ബാലർ പറയുന്നു. അങ്ങനെ ഗുന്തർ വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ആ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരമാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു. സമ്മർ സ്ലാം 2024 മാച്ച് ഓഫ് ദ നൈറ്റും ഈ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരമായിരുന്നു. 2 പവർ ഹൗസ് റെസ്ലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിയ അതിഗംഭീരമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം. ഡെമിൻ പ്രീസ്റ്റിൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരവും ഇന്നത്തെ ഈ ഒരു പ്രകടനം തന്നെയായിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഗുന്തർ ഇതുവരെ മെയിൻ റോസ്റ്ററിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എതിരാളിക്ക് മേലെ. എന്നാൽ അത്തരത്തിലുള്ളൊരു ആധിപത്യം ഡെമിൻ പ്രീസ്റ്റിന് എതിരെ ഗുന്തറിന് ഇന്ന് ലഭിച്ചിരുന്നില്ല. ഡെമിൻ പ്രീസ്റ്റിന് ഗുന്തർ ചോപ്പ് ചെയ്ത് ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ നേരെ വൈസ് വേഴ്സ, അതായത് തിരിച്ചാണ് ഉണ്ടായത്. ഗുന്തറിനെ ചോപ്പ് ചെയ്ത് ഗുന്തറിൻ്റെ ആ നെഞ്ചത്ത് നിന്ന് ചോര വരുന്ന മൊമെൻ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അത്രയും വലിയൊരു ബ്രൂട്ടാലിറ്റി ലെവലിലേക്ക് മത്സരം പോയിട്ടുണ്ടായിരുന്നു. അത്ര വലിയൊരു മേധാവിത്വം മത്സരത്തിൽ ഡെമിൻ പ്രീസ്റ്റിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ
റോയിൽ ഫിൻ ബാലർ വന്നിട്ട് ഡെവിൻ പ്രീസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗുന്തർ ഫിൻ ബാലറിനെ ഇടയ്ക്കൊന്ന് ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഫിൻ ബാലർ ഡെവിൻ പ്രീസ്റ്റിനെ ചതിക്കില്ല എന്നുള്ള ഒരു മൊമെൻറ്റിൽ ഞാൻ വിശ്വസിച്ചു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതെന്തോ അത് തന്നെയാണ് ഈ മത്സരത്തിൻ്റെ അവസാനവും കാണാൻ സാധിച്ചത്. ഗുന്തറിനെ ഒരു ഫിനിഷർ ഇട്ട് ഇങ്ങനെ പിൻഫോളിന് വേണ്ടി കാല് പൊന്തിക്കുന്ന ഒരു സമയത്ത് ഡെമിൻ പ്രീസ്റ്റ് കാണാത്ത പക്ഷം ഈ കാലെടുത്തുകൊണ്ട് റോപ്പിലേക്ക് ഫിൻ ബാലർ വെക്കുന്നുണ്ട്. മത്സരത്തിൽ അത് ഒരു നിർണായക പോയിന്റ് ആയിരുന്നു. ഡെമിൻ പ്രീസ്റ്റിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അവിടെയാണ് ഫിൻ ബാലർ ഡെമിൻ പ്രീസ്റ്റിനെ ചതിച്ചത്. ഇത് ഒരു റീപ്ലേയിൽ നിന്ന് പിന്നീട് സ്ക്രീനിൽ നോക്കി ഡെമിൻ പ്രീസ്റ്റ് മനസ്സിലാക്കുന്നു, ഫിൻ ബാലറിനോട് ചൂടാക്കുന്നു. ഈ അവസരമൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഗുന്തർ ടൈറ്റിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഗുന്തറിന് എതിരെ വിജയിക്കാനുള്ള ഒരു മൊമെൻറ്റ് കിട്ടിയിട്ടും ഫിൻ ബാലറിൻ്റെ കഴുത്തിന് പിടിക്കുന്ന ഒരു ഡെമിൻ പ്രീസ്റ്റിൻ്റെ മൊമെൻ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ എത്രത്തോളം ഡെമിൻ പ്രീസ്റ്റിന് ആ ഒരു ദേഷ്യം ഫിൻ ബാലറിനോട് ഉണ്ട് എന്നുള്ളതാണ് അവർ അവിടം കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് ഗുന്തർ ആ ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു. മറ്റൊന്നും നമുക്ക് ഈ സ്റ്റോറിയിലെ ഭാഗമായി കാണാൻ സാധിച്ചില്ല. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേക്ക് ഉള്ളിൽ ഒരു സമയത്ത് പാർട്ട്നേഴ്സായി നിന്നിരുന്നവർ തന്നെ അവരുടെ സ്വന്തം ആളുകളെ ചതിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതും കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഗ്രൂപ്പിൽ നിന്ന് റിയാ റിപ്ലി, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർ പുറത്തേക്ക് പോകാനാണ് സാധ്യത. അതിൽ ഒരു ഫാക്റ്റ് എന്താണുള്ളത് എന്ന് വെച്ചാൽ ഒറിജിനൽ മെമ്പേഴ്സാണ് ഈ ഡെമിൻ പ്രീസ്റ്റും റിയാ റിപ്ലിയും. അവർ ഒക്കെ ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് എഡ്ജുമായിട്ട് രൂപീകരിച്ചത്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒറിജിനൽ മെമ്പേഴ്സൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഫിൻ ബാലർ മാത്രം ഇനി ലീഡറായിട്ടുള്ള ഒരു പുതിയ ജഡ്ജ്മെൻറ്റ് അതായിരിക്കും നമുക്ക് ഇനി കാണാൻ സാധിക്കുക. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് റോയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയോയുമായിട്ട് ഫിൻ ബാലറിനോ JD മെക്ഡോണക്കോ കാർലിറ്റോക്കോ വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഈ ഡൊമിനിക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു സോഫ്റ്റ് കോർണറുള്ള വ്യക്തികളായിരുന്നു ഈ 3 പേരും. അതായത് ഫിന്ന്, കാർലിറ്റോ, JD മെക്ഡോണ. അപ്പോൾ ഡെമിൻ പ്രീസ്റ്റിൻ്റെ പോലെയോ റിയാ റിപ്ലിയുടെ പോലെയോ ലിവ് മോർഗൻ അവർക്കൊരു എതിരാളിയായിരുന്നില്ല. എന്തായാലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സ്റ്റോറി അവർ മാക്സിമം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. ഇവരുടെ ഈ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകൾ റോയിൽ നിന്ന് മിസ്സാകുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും സമ്മർ സ്ലാമിലെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഡേ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ലിവ് മോർഗൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.